ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവരും തന്നെ നമ്മുടെ വണ്ടിയിൽ എഞ്ചിൻ ഓയിൽ മാറാറുണ്ട്. എഞ്ചിൻ ഓയിൽ മാറുന്ന സമയത്ത് 10,000 കിലോമീറ്റർ അനുസരിച്ച് നമുക്ക് ചെയ്യേണ്ട ഒരു സർവീസിംഗ് ആണ് ക്ലച്ച് ഇളക്കി ഫിൽറ്റർ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ക്ലീൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളൊരു കാര്യം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബജാജ് അവഞ്ചർ എന്നൊരു വണ്ടിയിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് എങ്ങനെയാണ് ഫിൽറ്റർ ഇളക്കി ക്ലീൻ ചെയ്ത് കൊടുക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയുടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇത് നമ്മുടെ ബജാജ് അവഞ്ചർ എന്ന വണ്ടിയാണ്. അപ്പോൾ ഇതിന്റെയാണ് നമ്മൾ ക്ലച്ച് അടിക്കാനായിട്ട് പോകണം. ക്ലച്ച് അടിച്ചാൽ ഫിൽറ്റർ എങ്ങനെയാണ് ക്ലീൻ ചെയ്യണേ എന്നുള്ളൊരു കാര്യം നോക്കാം. അതിനായിട്ട് നമുക്ക് ഇതിന്റെ ക്ലച്ച് അടിക്കാനായിട്ട് ഇതിന്റെ ചുറ്റുബോൾട്ടിലെല്ലാം അഴിച്ചെടുക്കണം. ആദ്യം നമുക്ക് ഇതെല്ലാം അഴിച്ചെടുക്കാം. അതേപോലെ ഫുട്രസ്റ്റിന്റെ ഈ ഒരു ബ്രാക്കറ്റ് നമുക്കൊന്ന് അഴിച്ചെടുക്കണം. ഇത് നമ്മുടെ ക്ലച്ചാണ്. ക്ലച്ച് ഇപ്പോൾ അഴിച്ചിട്ടുണ്ട്. ക്ലച്ചിന്റെ ഫിൽറ്ററാണ് ഇരിക്കണം. ഈ ഫിൽറ്റർ അഴിക്കാനായിട്ട് നമുക്ക് 3 8-ന്റെ ബോൾട്ട് വരുന്നുണ്ട്. 3 8-ന്റെ ബോൾട്ട് ഒന്ന് അഴിച്ചെടുക്കാം. ഫിൽറ്റർ ഇതാണ് ക്ലച്ചിന്റെ ഫിൽറ്റർ. ഈ ഫിൽറ്ററിന്റെ ഈ ഒരു ചെറിയൊരു സ്റ്റൈൻഡർ വരുന്നുണ്ട്. ഈ ഒരു സ്റ്റൈൻഡറാണ് നമുക്കിത് ക്ലീൻ ചെയ്യാനായിട്ടുള്ളത്. ഇത് ക്ലീൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കിടക്കുന്ന ഓയിൽ പമ്പ് ചെയ്ത് മുകളിലേക്ക് പോകുന്നതിന്റെ ഫ്ലോ കുറയും. ഹെഡിന്റെ മുകളിലേക്ക് പമ്പ് ചെയ്യേണ്ടതാണ്. ഹെഡിന്റെ മുകളിലേക്ക് പമ്പ് ചെയ്യുന്നതിന്റെ ഫ്ലോ വളരെയധികം കുറയും ഇത് ക്ലീൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ. ഇത് ഓരോ 10,000 കിലോമീറ്ററിൽ നമുക്കിത് കണക്കി ക്ലീൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ക്ലീൻ ചെയ്യണമെന്നുള്ള കാര്യം നോക്കാം. നമുക്ക് ഫിൽറ്ററിന്റെ ഇവിടെ ഒരു ക്ലിപ്പ് വരുന്നുണ്ട്. ഈ ക്ലിപ്പ് ഒന്ന് ഇളക്കിയിടണം. ക്ലിപ്പ് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ ഇതിൻ്റെ ഒരു ഇതാണ് ഫിൽറ്റർ. ഈ ഫിൽറ്റർ വലിയൊരു അഴുക്കെന്ന് പറയാനില്ല, എങ്കിലും നമുക്കിത് ഒരു 10,000 കിലോമീറ്ററിൽ ഇത് ക്ലീൻ ചെയ്ത് കൊടുക്കേണ്ട ഒരു സാധനമാണ്. ഇത് നമുക്ക് ഈ പമ്പ് ഫുള്ളായിട്ടൊന്ന് പെട്രോളിൽ ക്ലീൻ ചെയ്തെടുക്കാം. ഇവിടെ ഫിൽറ്റർ ഇപ്പോൾ ക്ലീൻ ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫിൽറ്റർ ഇട്ട് സെറ്റ് ചെയ്യാം. ഫിൽറ്റർ ഇട്ട് അടച്ചതിന് ശേഷം നമുക്ക് ക്ലിപ്പ് കൂടെ ഇടാം. ഇത് നമ്മൾ ഫിൽറ്റർ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വണ്ടിയിൽ വെച്ച് ഇത് ഇങ്ങനെ സെറ്റ് ചെയ്യണം നോക്കാം.
ഇത് നമ്മളെ ക്ലച്ച് കവർ പാക്കിംഗ് ആണ്. ഈ ക്ലച്ച് കവർ പാക്കിംഗ് നമുക്ക് ക്ലച്ച് അഴിച്ചു കഴിഞ്ഞാൽ, ക്ലച്ചിന്റെ കവർ അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പാക്കിംഗ് പുതിയത് മാറ്റി കൊടുക്കണം. ഇത് ഓയിൽ ലീക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പാക്കിംഗ് മാറുന്നത്. എഞ്ചിന്റെ ഏത് ഭാഗത്തു നിന്നായാലും നമുക്ക് കേസ് അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും പാക്കിംഗ്, ആ ഭാഗത്ത് പാക്കിംഗ് ഏതാണെന്ന് വെച്ചാൽ അത് കറക്റ്റായിട്ട് മാറി കൊടുക്കുക. ഇനി നമുക്ക് ഇതിന്റെ കവർ അടച്ച് സെറ്റ് ചെയ്യാം. മോട്ടോയുടെ ഓയിലാണ്. മോട്ടോയുടെ 1.15 ഓയിലാണ് നമ്മൾ ഒഴിക്കുന്നത്. റേഡിയേറ്ററും കൂടി വരുന്നതാണ് 1.15 ഒഴിക്കുന്നത്. നമുക്ക് ഈ ഓയിലും കൂടി ഒഴിച്ച് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. എങ്ങനെയാണ് കൃത്യമായിട്ടുള്ള രീതിയിൽ ഫിൽറ്റർ ഇളക്കി ക്ലീൻ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്തു വരാറ് മെക്കാനിക് സംബന്ധമായ വീഡിയോകളാണ് അപ്ലോഡ് ചെയ്തു വരാറ്. ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.